സ്റ്റുഡൻസ്, ഇനി മുതൽ ക്ലാസ് എടുക്കുമ്പോൾ മര്യാദയ്ക്ക് ഇരിക്കണം. അല്ലെങ്കിൽ അറിയാലോ, സസ്പെൻഷൻ ആയിരിക്കും പണിഷ്മെൻറ്റ്. മനസ്സിലായില്ലേ? മേ കമിൻ സോ? ഇയാളെന്താ ഇവിടെ? തനിക്ക് സസ്പെൻഷൻ കിട്ടിയല്ലേ? അവൻ്റെ സസ്പെൻഷൻ റദ്ദാക്കി. നീ ക്ലാസ്സിൽ കയറാ. എടാ, നിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയതേ ബിജു സാറാണ്. ബിജു സാറാ? അതെങ്ങനെ? പ്രിൻസിപ്പൽ സാറേ, അവന് സസ്പെൻഷൻ അല്ല, ഡിസ്മിസിൽ കൊടുക്കണം. അവൻ സാറുമാരനെ തെറി പറയാൻ വരെ തുടങ്ങിയിട്ടുണ്ട്. ഡിസ്മിസിലൊന്നും കൊടുക്കില്ല സാറേ, അതൊക്കെ പിള്ളേരുടെ ഫ്യൂച്ചർ ബാധിക്കും. മക്കളെ, നമ്മുടെ മൂർത്തി സാറിന് ഷൈൻ തെറി പറയുന്നത് ആരെങ്കിലും കേട്ടായിരുന്നോ? ഏയ് ഇല്ല സാർ, അവൻ ചൂടായി എന്നുള്ളത് നേരാ. അതാ മൂർത്തി സാർ അവനെ ചൊറിയാൻ പോയിട്ടല്ലേ. എനിക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അതാരാ കൊടുത്തതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതിലൊരു ഡൗട്ടും വേണ്ട സാറ്, ഞാൻ തന്നെ കൊടുത്തേ. തൻ്റെ അച്ഛൻ വന്ന് എന്നോട് കരഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തന്നെ വെറുതെ വിട്ടത്. എന്നോട് താൻ വിളച്ചിലെടുക്കല്ലേ. സ്വപ്നമായിരുന്ന? അല്ലേലും ഇതൊന്നും ശരിക്കും നടക്കില്ലല്ലോ. അതൊക്കെ സാറിനല്ലേ അറിയുള്ളൂ. ഒരാൾ സസ്പെൻഷൻ കൊടുക്കാനും ഫ്രെയിം ചെയ്യാനും ഇല്ലാത്തത് ഉണ്ടാക്കി പറയാനൊക്കെ. സാറ് പറഞ്ഞല്ലോ സാറേ, എനിക്കൊരു കഴിവില്ലെന്ന്. ഇവിടെ താനൊക്കെ എന്ത് കണ്ടോണ്ട് അഹങ്കരിക്കണേ? പഠിക്കൂല, കഴിവൂല, കാണാനും കൊള്ളില്ല. എടുത്തിട്ട് പോടോ. അപ്പൊ ഈ ലോകത്ത് കഴിവുള്ളവർ മാത്രമേ ജീവിക്കാവൂ. കഴിവില്ലാത്ത ഞങ്ങളെപ്പോലുള്ളവരും ജീവിച്ചു നോക്കട്ടെ സാറേ. പക്ഷെ ഞാൻ അന്ന് വിചാരിച്ചത് എനിക്ക് വേണ്ടി സംസാരിക്കാൻ പോലും ആരുമില്ലല്ലോ. ഇങ്ങനെയായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ എനിക്ക് വേണ്ടി സംസാരിക്കാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന്. ഇനിയിപ്പോൾ ആരൊക്കെ എനിക്ക് വേണ്ടി സംസാരിക്കാനുണ്ടെങ്കിലും എത്ര കംപ്ലൈൻറ്റ് ഞാൻ ഈ സാറിനെതിരെ കൊടുത്താലും ഇവിടെ യാതൊരു മാറ്റവും ഉണ്ടാകുമ്പോഴുള്ള. താൻ എഴുതിയത് മതി, നോക്കി എഴുതാനല്ലേ. കാരണം നമ്മൾ വേറൊരു സ്റ്റുഡൻ്റ് അല്ലേ.